ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അമേസിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്, പ്രോക്ലിയർ. ഇത് ശരിക്കും വാട്ടർലെസ് കാർ വാഷാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ടൊരിടത്ത് പോകണം, എന്നാൽ നമുക്ക് കാർ വാഷ് സെൻറ്ററിൽ കയറി നമുക്ക് ടൈമില്ല, സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. എന്നാൽ നമ്മുടെ കാർ വാഷ് സെൻറ്ററിൽ കയറത്തക്ക രീതിയിൽ അത്രയും ചെളിയും നമ്മുടെ കാറിനില്ല എന്നുണ്ടെങ്കിൽ, എന്നാൽ നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ നമ്മുടെ കാർ അടിപൊളിയായിട്ടിരിക്കണം എന്നും തോന്നുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൊഡക്റ്റാണിത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാവുന്നുള്ളൂ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. ഒപ്പം നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വാ, നമുക്കങ്ങ് തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ എന്ന് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം. ഇതൊരു ഡസ്റ്റ് റിമൂവറാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇത് വാട്ടർലെസ് കാർ വാഷ് ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാറിലുള്ള ഡസ്റ്റ് നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാറ് നനഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഡസ്റ്റ് റിമൂവർ വേണം. പ്ലസ് ഞാനിവിടെ 3 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഈ 2 ക്ലോത്ത് നമ്മൾ ഇത് കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പം ചെളിയാവുന്നതനുസരിച്ച് നമുക്ക് മാറ്റി യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ക്ലോത്തും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണണേ, കാരണം ഇത് അത്യാവശ്യമായിട്ടൊരു സാധനം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് എന്തുവാന്നുള്ളത്. അപ്പം മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ, അതിൽ ഞാൻ പറയാം ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്. പിന്നെ ഞാനിവിടെ ഒരു ഹാൻഡ് പമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ നോർമൽ ഒരു സ്പ്രെയർ ആയാലും മതി. എനിക്കിപ്പോൾ ഇത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഈ കെമിക്കൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാറിൻ്റെ കോല ഞാൻ ശരിക്കും കാണിച്ചു തരാം. നമ്മുടെ കാറിന് ഇപ്പോൾ അത്യാവശ്യം ഡസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കാൻ പോവാണ് കാറിനെ. അപ്പം ഇത് ചെയ്തതിന് ശേഷമുള്ള ലുക്കും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം കൊണ്ടൊരു വെള്ള ഡോട്ടൊക്കെ പോലെ കണ്ടോ, ഈ നമ്മൾ മഴ പെയ്തതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വെള്ളത്തുള്ളിയൊക്കെ വന്നിരുന്നതിൻ്റെ ആ ഒരു പാടും കൂടെ ഉണ്ട് ഇപ്പം നമ്മുടെ വണ്ടിയിൽ. ഫസ്റ്റ് നമുക്ക് ഈ പൊടിയെല്ലാം തട്ടിക്കളയേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് അധികം ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെറുതായിട്ട് നൈസായിട്ട് ഇത് പൊടിയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തേച്ചാൽ മതി. ഈ കെമിക്കലിൻ്റെ അളവ് എങ്ങനെയാണ് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യേണ്ടത്, എത്രയാണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 5 ml ഈ കെമിക്കലാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ തന്നെ മാർക്കിംഗ് ഉണ്ട് 5 ml, 10 ml, 15 ml എന്ന്. അപ്പോൾ 1 ലിറ്ററിന് 5 ml ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതിലേക്കൂടി ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് ആ 5 ml ഫില്ല് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് 5 ml ആയിട്ടുണ്ട്. ഈ 5 ml നമ്മൾ ഇനി വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. കെമിക്കൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എല്ലായിടവും ആവത്തക്ക രീതിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുവാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് വൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ 2 സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിത് വൈപ്പ് ചെയ്തെടുക്കുവാണ്. ഒരുപാട് ഇങ്ങനെ ശക്തിയിൽ അങ്ങനെ പ്രസ് ചെയ്തൊന്നും വൈപ്പ് ചെയ്യേണ്ട. ജസ്റ്റ് നമ്മൾ ഈ വെള്ളം അങ്ങ് തൂത്തെടുക്കുന്ന പോലെ അങ്ങ് തൂത്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇത്ര കൂളായിട്ട് അങ്ങ് തൂത്തെടുക്കുക. മാറ്റം കണ്ടോ? ഞങ്ങളിങ്ങനെ വല്ലയിടത്തൊക്കെ പോകുന്നേരം ഹസ്ബൻഡ് ഇങ്ങനെ പോയി വേഗം ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചോദിച്ചത്, എന്തുവാണിത് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എൻ്റെ ചാനലിൽ കൂടെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനകരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, ശരിക്കും ആ ഡിഫറൻസ് നോക്കിയേ. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ വട്ടത്തി ഇങ്ങനെ ഡോട്ടായിട്ട് കിടക്കുമായിരുന്നു. നോക്കിയേ, നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം ഈ അപ്ലൈ ചെയ്തിട്ട് എല്ലാം തൂത്തെടുക്കാം. ഞാൻ മുമ്പേ ഇതേ വൈറ്റ് ഡോട്ടായിട്ടിരിക്കുന്നത് കാണിച്ചില്ലായിരുന്നു. അത് ഈ സ്ഥലമായിരുന്നു. ഇപ്പം നോക്കിയേ, ക്ലീൻ ആയിരുന്നു. കണ്ടോ, അടിപൊളി പ്രൊഡക്റ്റാണിത്. ഭയങ്കര ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതെല്ലാം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം.
അപ്പം ഫ്രണ്ട് സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതേ ഈ സൈഡും കൂടെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ നമ്മൾ തൂത്തെടുക്കുകയാണ്. എന്ത് പൊടിയായിട്ടിങ്ങനെ ചെളി ഇങ്ങനെ തെറിച്ചിരുന്ന പോലെ ഇരുന്ന സ്ഥലമാണിത്. നോക്കിക്കേ, നല്ല ക്ലീനായി അവിടെ എല്ലാം. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ 2 ക്ലോത്ത് യൂസ് ചെയ്യുമെന്ന്. അപ്പോൾ ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള രണ്ടാമത്തെ ക്ലോത്തും കൂടെ നമ്മൾ വെച്ച് യൂസ് ചെയ്തിട്ട് നമുക്കിതെല്ലാം ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കണം. ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ തൂത്തെടുക്കുകയാണ്. കാരണം നമ്മൾ ആ കെമിക്കൽ തൂത്തുകൊണ്ട് പോയതിൻ്റെ ഒരു ചെറിയൊരു മാർക്ക് പോലെ കാണാം. അപ്പോൾ അത് നന്നായിട്ട് ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഒന്ന് തുടച്ചെടുക്കും കൂടെ ആണെങ്കിൽ അതും കൂടെ അങ്ങ് മാറി കിട്ടുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം നല്ല ക്ലീനായി. കണ്ടോ, നമ്മൾ ആ തുടച്ചുകൊണ്ട് പോയ കെമിക്കലിൻ്റെ പാടടക്കം പോയി. അതിനാണ് നമ്മൾ ഈ രണ്ടാമത്തെ ക്ലോത്തും കൂടെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവും. കണ്ണാടി കൂടെ കാണുന്ന പോലെ തന്നെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ ബോഡി എല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനി ഫുൾ കാർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ലുക്ക് കിട്ടണമെങ്കിൽ മെയിനായിട്ടുള്ള നമ്മുടെ ഗ്ലാസും ടയറും കൂടെ ക്ലീൻ ചെയ്താൽ അടിപൊളിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കോളിൻ്റെ ഗ്ലാസ് ക്ലീനറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൈപ്പർ ഒന്ന് പൊക്കി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് റബ്ബ് ചെയ്യാം. നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, പെർഫെക്റ്റ്. ഇനി നമുക്കൊരു ക്ലോത്തും കൂടെ ജസ്റ്റ് ഒന്ന് തൂത്തുകൂടെ എടുത്താൽ അടിപൊളിയായി. അടിപൊളിയായി. അങ്ങനെ ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ ടയറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ക്ലോത്തും കൂടെ എക്സ്ട്രാ ഉണ്ട്. എന്തിനാണെന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ. അത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ഡീഗ്രീസർ എടുത്താൽ മതി. അത് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നോർമൽ ഷൂ പോളിഷിൻ്റെ ഒക്കെ ആ ബ്രഷ് ഒന്ന് എടുത്തേച്ചാൽ മതി. നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലമെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക. ഇനി ജസ്റ്റ് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്ത ക്ലോത്ത് യൂസ് ചെയ്യരുത്. ഏതെങ്കിലും ഒരു ബനിയൻ ക്ലോത്ത് ആയാലും മതി. നമുക്കത് തുടച്ചെടുക്കാം. കണ്ടോ, പുതുപുത്തൻ ടയർ പോലെയായി. നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട്. ടയറിൻ്റെ ലുക്ക് മാറിപ്പോയത് കണ്ടോ. നമ്മുടെ കാറിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഗ്ലേസിങ്ങോടുകൂടി കാർ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ ഒരുപാട് അഴുക്കുണ്ടായിരുന്ന ആ സ്ഥലമാണിത്. കണ്ടോ, നല്ല കണ്ണാടി പോലെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കഴുകിയതിന് ശേഷം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മളൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് നല്ല റിസൾട്ട് തന്നതുകൊണ്ടാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലാണ് ഈ കെമിക്കൽ ആഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ. നോക്കിയേ, അപ്പോൾ 1/2 ലിറ്ററിന് മേളിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ലിറ്റർ പോലും വെള്ളം നമുക്ക് ആവശ്യം വന്നിട്ടില്ല ഇതൊന്ന് ഫുൾ ഒരു കാർ വാഷ് ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് കാര്യം. പിന്നെ ഇത് ലേഡീസിനുമൊക്കെ വളരെ സിമ്പിൾ. ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചില്ലേ, ശരിക്കും നമുക്കിത് കാർ പോർച്ചിലിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് തൂത്ത് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാനുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് അനുമോൾ.